ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം കൊല്ലപ്പെട്ടു. സഹായ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് 41 വയസ്സുള്ള സുലൈമാൻ അൽ ഒബീദ് കൊല്ലപ്പെട്ടത്. പലസ്തീനിയൻ പെലെ എന്ന പേരിൽ പ്രസിദ്ധനായ ഫുട്ബോൾ താരത്തിനാണ് ജീവൻ നഷ്ടമായത്. തൻ്റെ ഇതുവരെയുള്ള കരിയറിൽ 100-ലധികം ഗോളുകൾ നേടിയ ഗാസയിലെ പ്രിയപ്പെട്ട താരം പലസ്തീൻ ഫുട്ബോളിലെ ഏറ്റവും തിളക്കമുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു. ഗാസയിലെ ഖദാമത്ത് അൽ ഷാത്തി ക്ലബ്ബിൽ നിന്നാണ് അൽ ഒബീദ് തൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നീട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അൽ അമാരി യൂത്ത് സെൻറ്റർ ക്ലബിനോടൊപ്പം ചേരുകയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അൽ ഒബീദ് അൽ ഫിദയ്ക്കൊപ്പം 24 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് അതിൽ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രശസ്തമായത് 2010 വെസ്റ്റ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ യമൻ ദേശീയ ടീമിനെതിരെ നേടിയൊരു സിസർ കട്ട് ഗോളായിരുന്നു. അൽ ഒബീദിന് ഭാര്യയും 5 മക്കളുമുണ്ട്. ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ മുൻ ദേശീയ ടീം കളിക്കാരനും ഖദാമത്ത് അൽ ഷാത്തി ടീമിൻ്റെ താരവുമായ സുലൈമാൻ അൽ ഉബൈദ് രക്തസാക്ഷിയായി എന്നാണ് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അൽ അമാരി, ഖദാമത്ത് അൽ ഷാത്തി, ഗാസ സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങി നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി സുലൈമാൻ അൽ ഉബൈദ് പന്ത് തട്ടിയിട്ടുണ്ട്. 2010 AFC ചലഞ്ച് കപ്പ് യോഗ്യതാ മത്സരത്തിലും 2014 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലും അദ്ദേഹം പലസ്തീൻ ടീമിനായി കളിച്ചിട്ടുണ്ട്. എല്ലാ കളികളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് അദ്ദേഹത്തിന് പലസ്തീൻ പെലെ എന്നൊരു വിളിപ്പേര് കിട്ടാൻ കാരണം. അൽ ഉബൈദിൻ്റെ മരണത്തോടെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട അത്ലറ്റുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എണ്ണം 662 ഉയർന്നു. ഫുട്ബോൾ മേഖലയിൽ തന്നെ കളിക്കാർ, പരിശീലകർ, അഡ്മിനിസ്ട്രേറ്റർമാർ, റഫറിമാർ, ക്ലബിലെ ബോർഡ് അംഗങ്ങൾ എന്നിങ്ങനെ 321 പേരാണ് ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ പലപ്പോഴായി കൊല്ലപ്പെട്ടത്. അതേസമയം ഗാസയിലെ ആശുപത്രികളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം 4 പുതിയ മരണങ്ങളും രേഖപ്പെടുത്തിയതായി എൻക്ലേവിൻ്റെ ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ കുറിപ്പിൽ പറയുന്നു. അതോടെ പട്ടിണി മൂലമുള്ള മരണങ്ങളുടെ എണ്ണം 197 ആയി. മരിച്ചവരിൽ 96 പേർ കുട്ടികളാണ്.